പെൺകുട്ടികൾ കാണാൻ പാടില്ലാത്തതല്ല, പെൺകുട്ടികൾ മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ് ബ്ലാസ്റ്റ്. നിങ്ങൾ വാഴ 3 ഇറങ്ങിയിട്ടാണ് പെൺകുട്ടികളെ കുറിച്ച് പൊക്കിയടിക്കുന്ന വാഴ 3 വരും, ഞങ്ങൾ അത് കണ്ടോളാന്ന് വിചാരിച്ചിരിക്കേണ്ട. ഇത് കണ്ടില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്കാണ് നഷ്ടം കേട്ടോ. എന്താ പറഞ്ഞു വെച്ചാൽ, വളർന്നു വരുന്ന ഒരാൾക്ക് എന്തായാലും ഇൻസ്പയർഡ് ആവും സിനിമകൾ പക്കയാണ്. നിങ്ങൾക്കൊരു പെൺമക്കളുണ്ടോ, പെൺകുട്ടികളുണ്ടോ, അവരെ കൊണ്ടേ കാണിച്ചോ, അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ സിനിമ കണ്ടാൽ തോന്നും കേട്ടോ. അത്രയ്ക്ക് പവറായിട്ടാണ് ഇതിലുള്ള 2 സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മുടെ സംവിധായകൻ എടുത്തു വെച്ചിരിക്കുന്നത്. വേറെ ലെവലാണ്ടോ. സിനിമ ഇൻസ്പയർഡ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമയൊക്കെ നമ്മളൊക്കെ ചെറുപ്പം പോലെ ഇൻസ്പയർഡ് കുറേ സിനിമകളായിട്ടുണ്ട്, നല്ല സിനിമകൾ കേട്ടോ. കിരീടത്തിൽ ലാലേട്ടൻ അമ്മയ്ക്ക് ടീം മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അമ്മയ്ക്ക് ടീം മേടിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ പലതും. പിന്നെ പ്രവാസി ആയതിനു ശേഷം നമ്മുടെ പൃഥ്വിരാജിന്റെ താന്തോന്നിയിലെ കഥാപാത്രം പോലെ ആവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രവാസിയും ഇന്നുണ്ടാവില്ല. അതേപോലെ ഞാൻ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഇത് നിങ്ങൾ കാണണം. സ്ത്രീകൾ ഏറ്റെടുക്കണ ഈ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് തന്നെ കിട്ടും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തിയേറ്ററിലോട്ട് വിട്ടോ മക്കളെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിച്ചു. വേറെ ലെവൽ പടം കേട്ടോ. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ്, കിടിലൻ പടം എന്ന് പറഞ്ഞാൽ കിടിലൻ പടം.